എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നമുക്കറിയാം ഈ സാമുദായിക നേതാക്കന്മാരുടെ എല്ലാം തന്നെ തിണ്ണനിറങ്ങുന്ന ഒരു ഏർപ്പാട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ സ്വീകരിച്ചു പോന്നിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അതുപോലെ ചെയ്തിരുന്നില്ല. പക്ഷെ ഇന്ന് കുറെ കൂടി മാറ്റമുണ്ട്. അങ്ങനെ ഒരു നിലപാട് തന്നെയായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഭൂരിപക്ഷം വരുന്ന നേതാക്കന്മാരും ചെയ്തു പോന്നിരുന്നത്. ചുരുക്കം ചില നേതാക്കന്മാർ ഒഴിച്ച്, ഇപ്പോൾ യുവനിര എന്ന് പറയുന്ന VT ബൽറാം അങ്ങനെയൊക്കെയുള്ള ഒരു ചുരുക്കം നിര നേതാക്കന്മാർ ഒഴിച്ച്, അവർ അന്നും ഇന്നും എന്നും ഈ പറയുന്ന സാമുദായിക നേതാക്കന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിലെ ഒരു വലിയൊരു ഭൂരിപക്ഷം നേതാക്കന്മാർ മുന്നോട്ട് പോയിരുന്നത്. ഇതൊക്കെ വളരെ പെരിഫറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. താങ്കൾ അറിയേണ്ടത് അങ്ങനെ ആയിരുന്നില്ല കോൺഗ്രസ് നേരത്തെ. AK ആന്റണിയോ അല്ലെങ്കിൽ VM ഉമ്മൻചാണ്ടിയുടെ അല്ല, താങ്കൾ പറഞ്ഞല്ലോ, താങ്കളുടെ പോയിന്റ് എനിക്ക് മനസ്സിലായി. അല്ല, ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയെ പോലും നിയന്ത്രിച്ചിരുന്നത് ആരാണ്? ഞാൻ പറഞ്ഞു വന്നത് അതല്ല, നേരത്തെ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറഞ്ഞു വന്നത്. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയുടെ കാലത്തല്ല, AK ആന്റണിയും VM സുധീരനും കൂടി ഒരുമിച്ച് മത്സരിക്കുന്ന, ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന കാര്യം ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അതിന്റെ മനോരമ റിപ്പോർട്ട് എൻ്റെ മുമ്പിലുണ്ട്. ആ സമയത്ത് AK ആന്റണിയുടെ കാലത്ത് ഏതെങ്കിലും മതസംഘടനകളുടെയോ അല്ലെങ്കിൽ അവരുടെയോ തിണ്ണനിറങ്ങാൻ പോയിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. മതവിശ്വാസി അല്ലായിരുന്നല്ലോ, AK ആന്റണി മതവിശ്വാസിയാണോ അല്ലേ എന്നുള്ളതല്ലോ കാര്യം. മതവിശ്വാസികൾ മാത്രമല്ല ഇവരുടെ അടുത്ത് പോകുന്നത്, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അല്ലാതെ ഇവരുടെ അടുത്ത് പോയി കുറച്ച് മതവിശ്വാസം പഠിക്കാമെന്ന് ആരും വിചാരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പൊതുവെ മതകാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ പോയിന്റ് AK ആന്റണി മതവിശ്വാസിയാണോ അല്ലേ എന്നുള്ള ചർച്ചയല്ല.